അത്യാവശ്യം നല്ല സിനിമകൾ ഇറങ്ങി എന്ന കാരണത്താൽ 2024 മലയാളം സിനിമകൾക്ക് ഗംഭീര വർഷമായിരുന്നെങ്കിലും ഈ വർഷം അങ്ങനത്തെ ഒരു മാജിക്ക് സംഭവിച്ചില്ല. സോ എന്തുകൊണ്ട് 2025 കമ്പാരിറ്റീവ്ലി സോ ഫാർ ഒരു ഡൾ ഇയറായി എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 2024 തുടക്കത്തിൽ ആട്ടം പോലെ ഒരു സിനിമ വന്നെങ്കിലും ജനുവരി അത്ര നല്ല മന്ത് അല്ലായിരുന്നു. പക്ഷെ ഫെബ്രുവരി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. സാധാരണ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഫെബ്രുവരിയിൽ എത്ര നല്ല സിനിമകൾ ഇറങ്ങിയാൽ പോലും കാര്യമായ ബിസിനസ് ഒന്നും ഈ സിനിമകൾക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം ഫെബ്രുവരി ഒരു ഡൾ മന്താണ്. പക്ഷേ ഇതിന് ഓപ്പോസിറ്റായ രീതിയിലാണ് ലാസ്റ്റ് ഇയറിലെ ഫെബ്രുവരി മന്ത് വന്നത്. പ്രേമലു, അന്വേഷിപ്പേം കണ്ടെത്തും, ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, അങ്ങനെ എല്ലാ വീക്കിലും നല്ല സിനിമകൾ. ഏത് സിനിമ കണ്ടാലും ഒന്നും നിരാശപ്പെടുത്തില്ല. സോ തിയേറ്ററിൽ വന്ന് ഒരു സിനിമ കണ്ടാൽ അതൊരു ട്രീറ്റ് ആയിരിക്കും എന്നൊരു ഗ്യാരണ്ടി ലാസ്റ്റ് ഇയറിലെ ഫെബ്രുവരി മന്ത് തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം ഈ ഇയർ നടന്നിട്ടില്ല. ഒരു ഗ്യാപ്പിന് ശേഷം ക്ലാഷ് റിലീസുകളുടെ കേസിൽ ഒരു ഹരം കൊണ്ടുവന്ന മന്താണ് ലാസ്റ്റ് ഇയറിലെ ഏപ്രിൽ മന്ത്. പറഞ്ഞു വരുന്നത് വർഷങ്ങൾക്ക് ശേഷം ആവേശം തമ്മിലുള്ള ക്ലാഷ് റിലീസാണ്. ക്ലാഷ് വിന്നർ ആവേശമായിരുന്നെങ്കിലും മോർ ദാൻ 230 ക്രോസ് ഈ രണ്ട് സിനിമകളും ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ രണ്ട് സിനിമകളെയും അത്ര ഗ്രേറ്റ് ആയിട്ടൊന്നും കാണുന്നില്ലെങ്കിലും ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് ഈ സിനിമകൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ഈ സിനിമകൾ ഉണ്ടാക്കിയെടുത്ത ബിസിനസ്. ഈ ഒരു ക്ലാഷ് റിലീസിൻ്റെ അത്ര വരില്ലെങ്കിലും ഡിസംബറിലെ മാർക്കോ വേഴ്സസ് റൈഫിൾ ക്ലബ്ബും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സോ ഇൻട്രസ്റ്റിംഗ് ആയ ക്ലാഷ് റിലീസുകൾ വരുമ്പോൾ അതിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഓപ്പോസിറ്റുള്ള സിനിമ ക്ലാഷ് വിന്നറിൻ്റെ അത്ര ബിസിനസ് ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് തിയേറ്ററുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു നല്ല സിനിമ കാണാം എന്ന ഓപ്ഷൻ ഓഡിയൻസിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട്. അത് ഈ ക്ലാഷ് റിലീസുകൾ വന്നപ്പോൾ സംഭവിച്ചതാണ്. ഇത്തരത്തിൽ ഒരു ക്രേസ് ഈ വർഷം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എമ്പുരാൻ എനിക്കൊരു ബിലോ ആവറേജ് സിനിമയാണെങ്കിലും ഈ ഇയറിലെ ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ ആണ് ഇത്. പിന്നെ തുടരും, ആലപ്പുഴ ജിംഖാന, രേഖാചിത്രം. ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്ററായ ആൻഡ് ഹിറ്റായ സിനിമകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയത് മോഹൻലാലിൻ്റെ സിനിമകളാണ്. പക്ഷേ 2024 മെയിൻലി ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത വർഷമല്ല. മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ആവേശം, ആടുജീവിതം, വർഷങ്ങൾക്ക് ശേഷം, ഇതൊക്കെ 2024 ആദ്യ ഹാഫിൽ സംഭവിച്ച വലിയ ഹിറ്റുകളാണ്. പിന്നീട് മാർക്കോ, ARM, ഗാൻ പോലെയുള്ള സക്സസ് വന്നെങ്കിലും കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ പലരും ലാസ്റ്റ് ഇയർ ആക്റ്റീവായിരുന്നു. ഇങ്ങനത്തെ ഒരു സംഭവം ഈ വർഷം കണ്ടിട്ടില്ല. ചെയ്യുന്ന സിനിമകൾ മറ്റുള്ളവരെ പോലെ ഗംഭീര സക്സസ് ആവുന്നുണ്ട് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഓരോ ഇയറിലും അറ്റ്ലീസ്റ്റ് ഒരു സിനിമയെങ്കിലും ഗംഭീരമാവും എന്നൊരു ഗ്യാരണ്ടി 2022 മുതൽ മമ്മൂട്ടി സിനിമകൾക്ക് നൽകാൻ സാധിച്ചിരുന്നു. അതിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് റൊഷാക്ക്, നൻപകൽ നേരത്തെ മയക്കം, ഭ്രമയുഗം എന്ന സിനിമകളാണ്. പക്ഷേ ഈ വർഷത്തിലോട്ട് വരുമ്പോൾ ഈ വർഷത്തെ തന്നെ മോശം സിനിമകളിൽ മുൻപന്തിൽ നിൽക്കുന്ന സിനിമകൾ വന്നതും മമ്മൂട്ടിയിൽ നിന്നാണ്. ബസൂക്ക, ഡൊമിനിക് ആൻഡ് ലേഡി ബേഴ്സ് എന്ന സിനിമകളൊക്കെ എനിക്ക് അങ്ങനെയായിരുന്നു. കഴിഞ്ഞ കൊല്ലം ക്വാളിറ്റി ഉള്ള സിനിമകൾ വന്നപ്പോൾ അതിലെ ടോപ്പ് സ്പോട്ടിൽ നിൽക്കുന്ന സിനിമകളിൽ ഒന്നായിരുന്നു എനിക്ക് ഭ്രമയുഗം. പക്ഷേ ഈ വർഷം മമ്മൂട്ടി എന്ന നടൻ്റെ സിനിമകളുടെ കാര്യത്തിൽ അത് നേരെ ഓപ്പോസിറ്റായി എന്ന് മാത്രം. 2024 സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്കും ഈ വർഷം ഒരു ബാക്ക് ഫയർ തന്നിട്ടുണ്ട്. കാരണം ലാസ്റ്റ് ഇയർ ഇവിടെ ഇറങ്ങിയ സിനിമകൾ കാരണം പുറത്തുള്ളവർ പോലും മോളിവുഡ് ഇൻഡസ്ട്രി പ്രൈസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനൊരു പീക്കിൽ പോയ വർഷമായിരുന്നു 2024. സോ ഈ ഗംഭീരം എന്ന് പറയപ്പെടുന്ന സിനിമകളുടെ അളവ് ഈ ഇയർ കുറഞ്ഞപ്പോൾ അതൊരു നിരാശ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അഭിപ്രായം എനിക്ക് ഉണ്ട്. ഈ ഗുഡ് ഫിലിം ആൻഡ് ഗ്രേറ്റ് ഫിലിം എന്ന് പറയുമ്പോൾ കാര്യപ്പെട്ടൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ വർഷം ഗുഡ് എന്ന് വിളിക്കാൻ പറ്റുന്ന സിനിമകൾ ഉണ്ടെങ്കിലും ഗ്രേറ്റ് എന്ന് പറയാൻ പറ്റുന്നത് കുറവാണ്. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2024 ഇതിലും കൂടുതൽ ഗ്രേറ്റ് ഫിലിംസ് ഉണ്ടായിരുന്നു എന്ന കാരണം കൊണ്ടാണ്. എനിക്കും നിങ്ങൾക്കും ഈ വർഷം വന്ന സിനിമകളെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷേ ഓഡിയൻസ് എന്ന് പറയുന്ന ഫാക്ടർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ഇയർ അത്രയും കുറേ ഹിറ്റുകൾ സംഭവിച്ചത് നല്ല സിനിമകൾ ഇറങ്ങിയത് കൊണ്ട് മാത്രമല്ല, ഇതൊക്കെ കാണാൻ തന്നെ അത്യാവശ്യം ഓഡിയൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സിനിമകളെല്ലാം ഭയങ്കര സക്സസ് ആയി. ഫെബ്രുവരി മന്ത് കൊടുത്ത് ഗ്യാരണ്ടി കഴിഞ്ഞ വർഷം കഴിയുന്നവരെ ഉണ്ടായിരുന്നു. അത് കാരണം ഓഡിയൻസിന് കാണാൻ താല്പര്യമുള്ള സിനിമകൾ ഉണ്ടായിരുന്ന കാരണം അത്യാവശ്യം സിനിമകൾ ലാസ്റ്റ് ഇയർ ഹിറ്റായി.
പക്ഷേ ഈ ഒരു സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടക്കളം, പൊന്മാൻ ഇങ്ങനെ ഓഡിയൻസ് അപ്രീസിയേഷൻ OTT റിലീസിന് ശേഷം നന്നായി കിട്ടിയ സിനിമകളാണ് ഇതൊക്കെ. പക്ഷേ ഇതൊന്നും തിയേറ്ററിക്കലി വലിയ സക്സസ് അല്ല. സർക്കിട്ട്, മരണമാസ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇങ്ങനത്തെ സിനിമകളും ഉണ്ട്. ലാസ്റ്റ് ഇയർ വന്ന എല്ലാ സിനിമകളും തിയേറ്ററിൽ ഭയങ്കര സക്സസ് ആണെന്ന് ഞാൻ പറയില്ല. കാരണം ഉള്ളൊഴുക്ക്, ഗഗനാചാരി, അന്വേഷിപ്പൻ കണ്ടെത്തും ഇതുപോലെയുള്ള സിനിമകളൊന്നും ലാസ്റ്റ് ഇയർ ഹിറ്റായിട്ടില്ല. പക്ഷെ അത്യാവശ്യം സക്സസിൻ്റെ ഇടയിൽ സക്സസ് കിട്ടാത്ത സിനിമകളാണ് ഇതൊക്കെ. പക്ഷേ ഇവിടെ ഈ വർഷം നടക്കുന്നത് ഇത് ഓപ്പോസിറ്റ് ആയിട്ടാണ്. നല്ല സിനിമകൾ വരുന്നുണ്ടെങ്കിലും സക്സസ് ആവുന്നത് കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ പറഞ്ഞ് ഓഡിയൻസിനെ ഞാൻ ബ്ലെയിം ചെയ്യില്ല. കാരണം എന്ത് കാണണം എന്ത് കാണണ്ട എന്നത് അവരുടെ ചോയ്സാണ്. അല്ലാതെ മലയാളം ഓഡിയൻസ് ഫെയിൽഡ് ഹിയർ എന്ന് പറഞ്ഞിട്ട് എക്സിൽ പോസ്റ്റ് ഇടുന്ന പോലത്തെ ബ്ലെയിം ചെയ്യുന്ന പരിപാടി എനിക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഈ വർഷം 2024 പോലെ അത്ര ഗ്രേറ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.